ബജറ്റ് വിഹിതം പകുതിയായി കുറച്ചതോടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കടുത്ത പ്രതിസന്ധിയിൽ. വകയിരുത്തിയ തുക പകുതിയായി വെട്ടിക്കുറച്ചതോടെ ഗുണഭോക്താക്കളുടെ എണ്ണവും പകുതിയായി കുറയ്ക്കേണ്ടി വരുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അറിയിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മിടുക്കരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനു വേണ്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ 11 സ്കോളർഷിപ്പുകളുണ്ട്. 13.62 കോടി രൂപയാണ് ഇതിനായി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വകുപ്പുകളുടെ ബജറ്റ് വിഹിതം 50% വെട്ടിക്കുറച്ചതോടെ സ്കോളർഷിപ്പ് വിഹിതവും പകുതിയായി. കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മരണയ്ക്കായുള്ള സ്കോളർഷിപ്പിന് മാത്രം 5.24 കോടി രൂപയാണ് ഇക്കൊല്ലം വകയിരുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുക നീക്കിവച്ചിരിക്കുന്ന മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന്റെ തുകയും പകുതിയായി. SSLCക്ക് എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ കുട്ടികൾക്ക് 10,000 രൂപ വീതവും, +2-നും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കും 80% മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് 15,000 രൂപ വീതവും നൽകുന്ന പദ്ധതിയാണിത്. നീക്കിവെച്ച തുക പകുതിയായതോടെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനസഹായം അനുവദിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഒന്നുകിൽ അപേക്ഷിക്കുന്നവരിൽ പകുതി കുട്ടികൾക്ക് മാത്രം തുക നൽകുക, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറയ്ക്കുക. ഇതാണ് ന്യൂനപക്ഷ വകുപ്പിന് മുന്നിലുള്ള പോംവഴി. APJ അബ്ദുൽ കലാം, മദർ തെരേസ എന്നിവരുടെ പേരിലുള്ള ഇതര സ്കോളർഷിപ്പ് പദ്ധതികളും സമാനമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള മറ്റേതെങ്കിലും പദ്ധതിക്ക് നീക്കിവച്ചിരിക്കുന്ന പണം സ്കോളർഷിപ്പിലേക്ക് വകമാറ്റാനാകുമോ എന്ന് ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.